ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ടൈറ്റിലും തമ്പനയിലും ഒക്കെ കണ്ട പോലെ തന്നെ നമ്മളിന്ന് പുറത്ത് പോവാണ് കേട്ടോ. അപ്പോൾ ആമിക്ക് സ്കൂളിൽ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഫുൾ ഡേ ഒരു ഔട്ടിങ്ങിന് പോകാമെന്ന് കരുതി. അപ്പോൾ ഈസ്റ്ററിന് മുന്നത്തെ ദിവസത്തെ വീഡിയോ ആണ് ഇത്. അങ്ങനെ ഹസ്ബൻഡിനും ഇന്ന് ഡ്യൂട്ടി ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും പുറത്തൊന്ന് പോകാമെന്ന് കരുതി കേട്ടോ. സാറ്റർഡേ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിന് ഡ്യൂട്ടിയുള്ള ദിവസമല്ല. അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഒരു 10-11 മണിക്കൊക്കെ ശേഷം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അടുത്തൊക്കെ തന്നെയുള്ള കുറച്ച് സ്ഥലങ്ങളിലാണ് പോകുന്നത്. ഒരുപാട് ദൂരോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ വീട്ടിനകത്ത് ഇരിക്കാനും പറ്റുന്നില്ല കേട്ടോ, ഭയങ്കര ചൂടായ കാരണം കൊണ്ട്. ഒരു ചെറിയൊരു ഷോപ്പിങ്ങും കൂടിയുണ്ട്. അപ്പോൾ ആമിക്കിപ്പോൾ വെക്കേഷൻ സ്റ്റാർട്ട് ആയതുകൊണ്ട് കുറച്ച് അവൾക്ക് വീട്ടിലിരുന്ന് ഗെയിം കളിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള 1-2 സാധനങ്ങൾ എടുക്കണമായിരുന്നു. പിന്നെ എനിക്കൊരു ട്രൈപോഡ് മേടിക്കണമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ട്രൈപോഡ് ഒടിഞ്ഞു പോയിന്ന്. അപ്പോൾ അതൊക്കെ മേടിക്കാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്നേക്കുന്നത് ശരവണ സ്റ്റോറിലാണ്. നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു 12 മണിയൊക്കെ ആയി. അപ്പോൾ നമുക്ക് നല്ല വിശപ്പ് തുടങ്ങി. ഞങ്ങൾ രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് എന്തായാലും ആദ്യമേ പോയി ലഞ്ച് കഴിക്കാം, അത് കഴിഞ്ഞിട്ട് ഷോപ്പിംഗ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇവിടെ 9th ഫ്ലോറിലാണ് ഫുഡൊക്കെ കൊടുക്കുന്നത്, ഫുഡ് കോർട്ട് വരുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ വരുമ്പോഴത്തേക്കും ഇതുപോലെ ഭക്ഷണം കഴിക്കാതെയാണ് വരുന്നതെങ്കിൽ ഇവിടുത്തെ ചിക്കൻ ബിരിയാണി കഴിക്കാറുണ്ട്. നാട്ടിൽ നിന്ന് അമ്മയും അച്ഛനും ഒക്കെ വരുമ്പോഴത്തേക്കും അവർക്കും ഇവിടെ വരുമ്പോഴത്തേക്കും ബിരിയാണിയാണ് മേടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നേരെ താഴേക്ക് വന്നു. അപ്പോൾ ഇവിടെയാണെങ്കിൽ എപ്പോഴും ഫുഡ് കോർട്ടിൽ നല്ല തിരക്കായ കാരണം കൊണ്ട് ആദ്യമേ തന്നെ പോയി ഭക്ഷണം കഴിച്ചിട്ട് പിന്നീട് ഇങ്ങോട്ടേക്ക് വരാമെന്ന് കരുതി. ഞങ്ങൾ ശരവണയിൽ വരാനുള്ള മെയിൻ കാരണമെന്ന് പറയുന്നത് ഇവിടെ ആകുമ്പോഴത്തേക്കും എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. ഒരു 9 മാടിയാണ് ഇവിടുത്തെ ഈ ഒരു ശരവണ. ഏറ്റവും വലിയ ശരവണയാണ്, ലെജൻഡിലാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതാണ് ഇവിടെ അടുത്ത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടേക്ക് വന്നു. അപ്പോൾ ആമിക്ക് അവൾക്ക് ചെസ്സൊന്നും കളിക്കാനായിട്ട് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് സ്നേക്ക് ആൻഡ് ലാഡറിൻ്റെ ഒരു ബോർഡ് എടുക്കണമായിരുന്നു. പിന്നെ ലൂഡോ പോലത്തെ പസിലില്ലേ, അപ്പോൾ അതൊക്കെയാണ് എടുക്കാനായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ശരിക്കും അവളുടെ കയ്യിലിരിക്കുന്ന ബോർഡല്ല ഞങ്ങൾ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വേറെയും ഷോപ്പിംഗ് ഒക്കെ ഉള്ള കാരണം കൊണ്ട് ഈ വുഡൻ ബോർഡ് വരുന്നത് നമ്മുടെ വണ്ടിയിൽ വെക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഹസ്ബൻഡ് പറഞ്ഞു കുറച്ചും കൂടി ചെറിയ സൈസിലുള്ളത് എടുക്കാമെന്ന്. അപ്പോൾ ബാക്ക് സൈഡിൽ ലൂഡോയും ഫ്രണ്ട് സൈഡിൽ ഈ സ്നേക്ക് ആൻഡ് ലാഡറാണ് വരുന്നത്. എനിക്ക് ഈ ലൂഡോ കളിക്കാനൊന്നും അറിയത്തില്ല കേട്ടോ. വീട്ടിൽ ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അപ്പോൾ സ്നേക്ക് ആൻഡ് ലാഡർ ആകുമ്പോഴത്തേക്ക് ആമി അത് ഈസിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് എടുക്കാമെന്ന് കരുതി. പിന്നെ 1-2 ഐറ്റംസും കൂടി അവിടെ നിന്ന് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ താഴേക്ക് വന്നേ. അപ്പോൾ ഇവിടെ എപ്പോഴും ഇതുപോലെ വെക്കേഷൻ സമയമാകുമ്പോഴും ഓരോ ഫെസ്റ്റിവൽ വരുമ്പോഴും എന്തെങ്കിലും ഒരു തീം അവരിവിടെ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തവണ വെക്കേഷൻ പ്രമാണിച്ചിട്ട് ഇതുപോലെ സ്പൈഡർമാനും ഒക്കെയാണ് അവരവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അവിടെ നിന്നിട്ട് എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എടുക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്ക് നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് പറ്റിയില്ല കേട്ടോ. പിന്നെ നേരെ ഞങ്ങൾ അവിടെ നിന്ന് സ്പെൻസർ പ്ലാസയിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ട്രൈപോഡ് എപ്പോഴും ഫ്ലിപ്കാർട്ടിലാണ് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ട്രൈപോഡ് ഒരു 700-800 റുപ്പീസിനാണ് വരുന്നത്. അപ്പോൾ ഞാൻ സ്ഥിരം എടുത്തുകൊണ്ടിരുന്ന ആ ട്രൈപോഡാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് മേടിച്ചത് ഒരാഴ്ച യൂസ് ചെയ്തപ്പോഴത്തേക്കും തന്നെ പൊട്ടിപ്പോയി. അത് റിട്ടേൺ ചെയ്യാനോ എക്സ്ചേഞ്ച് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞു നമുക്ക് ഇവിടെ വന്നിട്ട് ഡയറക്റ്റായിട്ട് മേടിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ സ്പെൻസർ പ്ലാസ മാളിലാണ് വന്നേക്കുന്നത്. ആദ്യം ഞങ്ങളൊരു ഷോപ്പിൽ പോയി. അപ്പോൾ അവിടെ നോക്കിയപ്പോഴത്തേക്ക് അലൂമിനിയത്തിൻ്റെതാണ് ഉള്ളത്, പക്ഷേ അത് 1800 പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് റേറ്റ് കൂടുതലായിട്ട് തോന്നിയതുകൊണ്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള വേറൊരു ഷോപ്പിലേക്ക് കയറി. ഇവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ മൊബൈൽ ഷോപ്പുകളും ഇതുപോലെ മൊബൈൽ ഫോണിൻ്റെ കവറും ഈ ട്രൈപോഡും അതുപോലെ ഡ്രസ്സിൻ്റെതും സ്റ്റുഡിയോയും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ ട്രിവാൻഡ്രത്തിലുള്ള സാഫല്യ കോംപ്ലക്സ് ഇല്ലേ, അതുപോലത്തെ ഒരു മാളാണിത്. ചെന്നൈയിലെ ആദ്യത്തെ മാളാണെന്നാണ് പറയുന്നത്. ഹസ്ബൻഡ് എപ്പോഴും പറയും പണ്ടത്തെ ഇവിടുത്തെ ഏറ്റവും പഴക്കമുള്ള മാളാണെന്ന് പറയും. ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ലോക്ക്ഡൗൺ സമയത്ത് കുറേ ഷോപ്പുകളൊക്കെ അടച്ചു പൂട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ്സൊക്കെ ഇപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തേക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾക്കും ഇവിടെ വരാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരുപാട് പഴക്കമുള്ളതാണ് കേട്ടോ, വർഷങ്ങളോളം പഴക്കമുണ്ട്. പക്ഷേ നമുക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മുടെ ബഡ്ജറ്റിന് ഒത്ത സാധനങ്ങൾ എടുക്കാൻ പറ്റും. പിന്നെ ബ്രാൻഡഡ് ഐറ്റംസ് ഒന്നുമില്ല ഇവിടെ, സ്റ്റുഡിയോ മാത്രമാണ് ഉള്ളത് ബ്രാൻഡായിട്ട്. ബാക്കിയെല്ലാം സാധാരണ ഈ അല്ലാത്ത ഷോപ്പുകളാണ് കേട്ടോ. ഹോൾസെയിൽ ഡ്രസ്സസൊക്കെയാണ് കൂടുതലും കൊടുക്കുന്നത്. പിന്നെ ആമിക്ക് ഡ്രസ്സ് നോക്കണമായിരുന്നു. നമുക്ക് ഇപ്പോൾ സമ്മർ ടൈമിൽ ഇടാൻ പറ്റുന്ന കുറച്ച് ഡ്രസ്സസാണ് മെയിനായിട്ട് ഹസ്ബൻഡിന് എടുക്കാനാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എൻ്റെ സെക്ഷനിലും ആമിയുടെ സെക്ഷനിലും ഒക്കെ ഒന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇത്തവണത്തെ കളക്ഷൻസ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ ഇവിടെ വരുമ്പോഴെപ്പോഴും ജസ്റ്റ് ഒന്ന് കയറി നോക്കാറുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ആ ബ്ലൂ കളർ കവറില്ലേ, അത് ട്രൈപോഡ് അവരിട്ട് തന്നേക്കുന്ന കവറാണ്. അപ്പോൾ ഈ ഒരു കവറേ അവരുടെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ അടുത്തും വേറെ ബാഗൊന്നും ഇല്ലായിരുന്നു കേട്ടോ.
അപ്പം ഞാനതിങ്ങനെ കയ്യിൽ പിടിച്ചിട്ടാണ് ഫോട്ടോയൊക്കെ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡിനാണ് മെയിനായിട്ട് ഇന്ന് ഷോപ്പിങ്ങിന് വന്നേക്കുന്നത്. അപ്പോൾ പുറത്തിടാനും ഓഫീസിലിടാനും ഒക്കെ വേണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടീഷർട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എന്തേലും ആമിക്കും എടുക്കാമെന്ന് കരുതി. അപ്പോൾ ആമിക്ക് ഈ റീസെൻ്റായിട്ട് കുറച്ചധികം ടീഷർട്ട് ഞങ്ങൾ എടുത്തു കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും അവൾക്ക് ഒരു ഫ്രോക്ക് എന്തെങ്കിലും എടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഇരിക്കുന്നിടയിൽ തന്നെ അവൾ ഏതോ ഒരെണ്ണം എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ബില്ലൊക്കെ ചെയ്ത് വീട്ടിൽ കൊണ്ട് വന്നപ്പോഴത്തേക്കാണ് കാണുന്നത് അത് സൈസ് ചെറുതായിപ്പോയി. ഇനിയിപ്പോൾ ഇടാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ, കുറച്ച് ടൈറ്റാണ് അവൾക്ക്. അപ്പോൾ എന്തെങ്കിലും നോക്കണം അത്. അപ്പോൾ അവളുടെ ഈ ടീഷർട്ട് കണ്ടോ, ഇത് ഞങ്ങൾ ഒരു മാസം മുന്നേ വേറൊരു സ്റ്റുഡിയോയിൽ ഇതുപോലെ സ്റ്റുഡിയോയിൽ അവളെ കൊണ്ട് വന്നിട്ടില്ലായിരുന്നു, ഞങ്ങൾ മാത്രം വന്നപ്പോഴത്തേക്കും 1-2 ടീഷർട്ട് ഞാൻ ഇതിൽ നിന്ന് ഇതേ മോഡലിൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ അവൾക്ക് ടീഷർട്ട് എടുത്തിട്ടില്ല. പിന്നെ എനിക്കൊന്നും തന്നെ മേടിച്ചിട്ടില്ല കേട്ടോ, കാരണം റീസെൻ്റായിട്ട് എനിക്ക് കുറേ അധികം ഡ്രസ്സസ് ഇപ്പോൾ ഹസ്ബൻഡ് മേടിച്ച് തന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോയിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ടിപ്പോൾ ഞങ്ങൾ ആദ്യം കരുതിയത് ഈ സെമ്മൊഴി പൂങ്ക ഉണ്ടല്ലോ, ഈ പാർക്കിൽ വരാമെന്നാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പാർക്കിലാണ് നമ്മൾ ഒരിക്കൽ വന്നിട്ടുള്ളത്. ഞാൻ ഒരു വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, കലയിഞ്ചർ പാർക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ടാണ് സെമ്മൊഴി പൂങ്ക എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ പാർക്കാണ് കേട്ടോ. നിങ്ങൾ ലവ് ആക്ഷൻ ഡ്രാമ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, നിവിൻ പോളി നയൻതാരയൊക്കെയുള്ള സിനിമയിൽ അതിൽ ഈ ഒരു പാർക്ക് കാണിക്കുന്നുണ്ട്. പിന്നീട് ഞാൻ തന്നെ പറഞ്ഞു നമുക്ക് ഇന്നിപ്പോൾ പാർക്കിൽ പോകണ്ട, ബീച്ചിലോട്ടൊന്ന് പോകാമെന്ന് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 4 മണിയാണ് ആയിട്ടുള്ളത്. നല്ല വെയിലത്താണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ മറീന ബീച്ചിലാണ് വന്നിരിക്കുന്നത്. ഞാൻ ഓർത്തത് ഹസ്ബൻഡ് ചിലപ്പോൾ ബസന്ത് നഗർ ബീച്ചിലായിരിക്കും വരുന്നതെന്ന്. പക്ഷേ എനിക്ക് മറീന ബീച്ചിൽ വരുന്നത് ഒട്ടും ഇഷ്ടമല്ല, ഫാമിലിയായിട്ട് അവിടെ വരാനേ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ മറീന ബീച്ചിലേക്ക് വന്നപ്പോഴത്തേക്കും ഉണ്ട് നല്ല വെയിൽ കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു ഷോപ്പുകളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നുമില്ല, ആൾക്കാരും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. മാത്രമല്ല അവിടെ മെട്രോയുടെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ബീച്ചിൽ കയറണ്ട, ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ് ഉണ്ട്, നമുക്ക് ആ സൈഡിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വണ്ടി നേരെ തിരിച്ച് ഫിഷ് മാർക്കറ്റിൻ്റെ സൈഡിലോട്ട് വന്നപ്പോഴത്തേക്കും ഉണ്ട് അവിടെ ഫിഷ് ഒന്നും കാണുന്നില്ല കേട്ടോ. ഇവിടെ ആൾക്കാരൊന്നും കാണാനില്ല. ഈ കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം ഇവിടുത്തെ ഹൗസിംഗ് ബോർഡ് ബിൽഡിംഗ് ആണ്. ഇവിടുത്തെ ബീച്ചിൽ ഉള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഗവൺമെൻറ്റിൻ്റെ തന്നെ ബിൽഡിങ്ങുകളാണിത്. ഇവിടെ തന്നെ 1-2 കോവിലൊക്കെ വെച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ അറിയാലോ, ഏത് സ്ട്രീറ്റിൽ പോയാലും മുക്കിന് ഒരു ക്ഷേത്രം കാണും. അപ്പോൾ അങ്ങനെ അവിടെ ഇവിടെയായിട്ട് ഓരോ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. തൊട്ട് സൈഡിൽ തന്നെ എല്ലാം ഇങ്ങനെ എംറ്റി സ്പേസ് ആയിട്ട് കിടക്കുവാണ്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇത്രയും മുന്നോട്ട് വരുന്നത്. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എന്തായാലും നമുക്ക് സമയമുണ്ടല്ലോ, നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ മുന്നോട്ടേക്ക് വന്നപ്പോഴത്തേക്കൊണ്ട് ഇങ്ങോട്ടാണ് കൂടുതലും ഫാമിലി മെമ്പേഴ്സ് നിൽക്കുന്നത്, കൂടുതലും കപ്പിൾസിനേക്കാളും കൂടുതലും ഫാമിലി ആൾക്കാർ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ സൈഡിലോട്ട് വരുന്നത് തന്നെ കേട്ടോ. പിന്നെ മീനൊക്കെ വളരെ കുറവായിരുന്നു. സാധാരണ ഈ സൈഡിലൊക്കെ മീൻ വിൽക്കും. ഞങ്ങളാണെങ്കിൽ ആമി ഒരു 2-3 വയസ്സുള്ള സമയത്തേ ഞങ്ങളിങ്ങനെ വരുവേ. അപ്പോൾ ഇവിടെ വന്നിട്ട് നല്ല ഫ്രഷ് മീൻ മേടിച്ചുകൊണ്ട് പോകുമായിരുന്നു കേട്ടോ. എന്നിട്ട് സാറ്റർഡേ വരും, മീനൊക്കെ കുറേ അധികം തന്നെ മേടിക്കും. എന്നിട്ട് 2-3 ദിവസമായിട്ട് കറി വയ്ക്കുമായിരുന്നു. അന്ന് ഞങ്ങൾ താഴത്തെ വീട്ടിലാണ് താമസം. അപ്പോൾ അങ്ങനെ ആ ഒരു നൊസ്റ്റാൾജിയൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വരുന്ന വഴിയിൽ നോക്കിയപ്പോഴത്തേക്കുണ്ട് മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മീനിൻ്റെ സീസൺ അല്ലാന്ന് തോന്നുന്നു. നമ്മൾ കണ്ടില്ലേ ആ ഒരു വള്ളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ആൾക്കാർ, തിരിച്ചു വന്നപ്പോഴത്തേക്കും അവരുടെ കയ്യിൽ 1 ബക്കറ്റ് മീനാണ് ഉണ്ടായിരുന്നത്. അതേ കണ്ടോ, റോഡ് സൈഡിൽ ഒരു അപ്പൂപ്പൻ മീൻ വിറ്റുകൊണ്ടിരിക്കുകയാണ്. ആരും തന്നെ മേടിക്കുന്നില്ല കേട്ടോ, മീൻ വളരെ കുറവാണ്. ഞങ്ങളൊരു 4-5 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. എന്നിട്ട് പോലും സാധാരണ ഈ സമയത്തൊക്കെ ഫുൾ ഓണാണ് മാർക്കറ്റൊക്കെ. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല കേട്ടോ, മീനിൻ്റെ സീസൺ അല്ലാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ഇപ്പം മീൻ പിടിക്കാനായിട്ട് അധികം ആൾക്കാർ പോകുന്നില്ല എന്ന്. അങ്ങനെ എന്തായാലും ഫ്രണ്ടിലോട്ടേക്ക് വന്നപ്പോഴത്തേക്കുണ്ട് ഈ സൈഡിലൊക്കെ ഒരുപാട് ഷോപ്പുകളുണ്ട്, റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ. പിന്നെ പറയാതിരിക്കാൻ പറ്റാത്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒട്ടും തന്നെ വൃത്തിയില്ല കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഞാൻ മാസ്ക് വെച്ചേക്കുന്നതിൻ്റെ മെയിൻ കാരണം അതുകൊണ്ടാണ്. നല്ല സ്മെല്ലായിരിക്കും, പിന്നെ അധികം അങ്ങനെ വൃത്തി കാണത്തില്ല. അങ്ങനെ ഞങ്ങൾ വന്ന് ദേ ലാസ്റ്റ് ഈ ഒരു എൻഡ് പോർഷനിൽ എത്തി കേട്ടോ. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇനി നമുക്ക് മുന്നോട്ട് പോകണ്ട, തിരികെ പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരികെ പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ നോക്കിയപ്പോഴത്തേനും ഉണ്ട് ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ് ഇവർ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് കുറേ നാളായി.
അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അറിയാതെ പോയത്. ഇപ്പോൾ ഫിഷ് മാർക്കറ്റിന് വേണ്ടിയിട്ട് ഈ റോഡ് സൈഡിൽ വിൽക്കാതെ തന്നെ അവർക്കൊരു ബിൽഡിംഗ് ഒക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗവൺമെൻറ് തന്നെ ചെയ്ത് കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് അധികം വെയിലൊന്നും അടിക്കത്തില്ല. അതായത് അവർക്ക് കുറച്ചും കൂടി ഒതുങ്ങിയ ഈ ഒരു സ്ഥലത്ത് ഈ കുട പോലെ ഇരിക്കുന്ന ഒരു ബിൽഡിംഗ് കണ്ടോ. അപ്പോൾ ഇവിടെയാണ് ഇപ്പോഴത്തെ ഫിഷ് മാർക്കറ്റ്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ബിസിനസ്സൊന്നും. എനിക്ക് തോന്നുന്നത് 5-6 മണിക്ക് മേലെ ആയിരിക്കും തുടങ്ങുള്ളൂ. അങ്ങനെ ഇതിനകത്താണ് കേട്ടോ കയറേണ്ടത്. അപ്പോൾ നമുക്കിനിയിപ്പോൾ സമയമൊന്നുമില്ല, ഞങ്ങൾക്കിനി സിനിമയ്ക്കൊക്കെ പോകണം, മാളിലൊക്കെ പോകണം. അതുകൊണ്ട് ഹസ്ബൻഡ് പറഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് വേറൊരു ദിവസം വരാം, ഇന്നിപ്പോൾ നമുക്ക് ഇത്രയും മതി കണ്ടത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്നേക്കുന്നത് സ്കൈ വൺ എന്ന് പറയുന്ന മാളിലാണ് കേട്ടോ. സ്കൈ വാക്ക് എന്ന് പറയുന്ന മാളാണിത്. ഇത് പണ്ട് അങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ സ്പെൻസർ പ്ലാസയും അതൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള മാളാണ്. അപ്പോൾ ഞങ്ങൾ ഈ സ്കൈ വാക്കിലാണ് പണ്ടെപ്പോഴും വരുന്നത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ റീസെൻ്റായിട്ട് ഇവിടെ ഇന്നോവേഷൻ വർക്കൊക്കെ നടന്ന സമയത്താണ് ഞങ്ങൾ VR ചെന്നൈയിലേക്ക് പോകാൻ തുടങ്ങിയത്. പിന്നെ സ്ഥിരം ഞങ്ങൾ അങ്ങോട്ടേക്ക് ആക്കി. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം സ്കൈ വണ്ണിലേക്ക് വന്നു. ഇവിടെ നമ്മൾ സിനിമ ബുക്ക് ചെയ്തേക്കുവാണ് കേട്ടോ ഹസ്ബൻഡ്. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേനും ഉണ്ട് DMart സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇവിടെ 1.5 മാസം ആയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ ഒരു DMart കാണുന്നത്. അപ്പോൾ ചെന്നൈയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയത്തില്ലെങ്കിൽ സ്കൈ വൺ മാളിലേക്ക് വന്നാൽ മതി. നമുക്ക് നിയർ ബൈ ലൊക്കേഷൻ ഇവിടെയാണ് കേട്ടോ. നമ്മൾ സാധാരണ പോകുന്ന DMart എന്ന് പറയുന്നത് കുറച്ച് ദൂരെയാണ്. നമ്മളതുകൊണ്ട് എപ്പോഴും DMart ഷോപ്പിംഗ് ചെയ്യാറില്ല. അപ്പം ഞങ്ങൾ വന്ന സ്ഥിതിക്ക് എന്തായാലും വേറെ വലിയ ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. എനിക്കും മാമിക്കും വീട്ടിലിടാനായിട്ട് ഡെയിലി വിയർ ചപ്പലാണ് എടുത്തിട്ടുള്ളത്. ഡെയിലി യൂസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് 2 സ്ലിപ്പർ പോലത്തെ സംഭവം എടുത്ത് കേട്ടോ. ഞാനത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ DMartൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഇവിടെ ഒരു ഷോപ്പ് കണ്ടായിരുന്നേ. ഇത് നമ്മൾ എപ്പോഴും പോകുന്ന DMartലാണെന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് കുൽഫിയും ഐസ്ക്രീമും പാനിപൂരിയൊക്കെയാണ് വിൽക്കുന്നത്. പക്ഷേ ഇവിടെ ആണെങ്കിൽ നേരെ തിരിച്ച് ഇപ്പോൾ എനിക്ക് തോന്നുന്നു സമ്മർ ടൈം ആയതുകൊണ്ടായിരിക്കണം മോര് കടയാണ് ഇത്. നോക്കിയപ്പോഴത്തേക്കും കുറേ അടിപൊളി വെറൈറ്റി ടൈപ്പ് മോര് ഉണ്ടായിരുന്നേ. അപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിൽ സ്പെഷ്യൽ മിൻറ്റ് മോര് പറഞ്ഞു, ഞാൻ മിൻറ്റ് മോരാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കിത് കുടിച്ചപ്പോഴത്തേക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ അവർ തന്നേക്കുന്ന സെർവ് ചെയ്തിരിക്കുന്ന കപ്പ് കണ്ടോ, ഇത് മൺചട്ടിയിലുള്ളതാണ്. അപ്പോൾ മഡ് പോട്ടിലുള്ള കപ്പാണ്. അപ്പോൾ അവർ തന്നെ ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞു മഡ് പോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലാസ് എടുത്തോളാനായിട്ട് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾക്കത് ഫ്രീ ആയിട്ട് തന്നു. ഞങ്ങളത് വീട്ടിൽ കൊണ്ടുവന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാനൊരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതിനകത്ത് ഞാൻ ഈ മാംഗോ ലസ്സിയും മിൻറ്റ് മോരിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലെങ്കിൽ കണ്ട് നോക്കിയാൽ മതി. അത് ഇവിടെ നിന്ന് ഞാൻ ഇത് കുടിച്ച് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കിയിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ സമ്മറിന് ട്രൈ ചെയ്യാൻ പറ്റിയ ഐറ്റമാണ്. നിങ്ങൾ എന്തായാലും മിൻറ്റ് മോര് ട്രൈ ചെയ്ത് നോക്കണേ. മോര് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇവിടുത്തെ മോരിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാരപ്പൂന്തി എന്ന് പറയും, ആ സംഭവം കൂടി ഇട്ടിട്ടാണ് തരുന്നത്. പിന്നെ അതുപോലെ തന്നെ മാങ്ങ ഉണ്ടല്ലോ, പച്ചമാങ്ങ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തൊക്കെ ഇതിലിട്ടേക്കും. അതൊക്കെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് സമയമുണ്ട്. വൈകുന്നേരം 7:30ക്കാണ് സിനിമ ബുക്ക് ചെയ്തേക്കുന്നത്. 7:30ക്കുള്ള ടൈമിനാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഇവിടെ ചുമ്മാതിരിക്കണ്ടേ എന്ന് കരുതിയിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കൊണ്ട് ഈസ്റ്ററിൻ്റെ ഭാഗമായിട്ട് അവിടെ എന്തൊക്കെയോ കോമ്പറ്റീഷനും ഡ്രോയിങ് കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആമി അതിനൊന്നും ചേർത്തിട്ടില്ല. കുട്ടികൾക്കുള്ള കോമ്പറ്റീഷനാണ്. അതിനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ട് അവിടെ ഒരു മുയൽക്കുട്ടി നിന്ന് കേട്ടോ. അതിനോടൊപ്പം നിന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ ഞങ്ങൾ ഒരു മിൽക്ക് ഷേക്ക് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് മേലേക്ക് വന്നു. ഞാൻ അങ്ങനെ കുടിച്ചില്ല, ഹസ്ബൻഡും മോളുമാണ് കഴിച്ചത്. എനിക്ക് ആ മോരൊക്കെ കഴിച്ചപ്പോഴത്തേക്കും ദാഹം നിന്നുപോയി. പിന്നെ ഞങ്ങൾ തിയേറ്ററിൽ വന്നിട്ട് കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. മണി 6:45 ആയിട്ടുള്ളൂ. എനിക്കാണെങ്കിൽ നല്ല ക്ഷീണമാണ്. ഈ യാത്ര ചെയ്ത് ഞാൻ ആകെ അങ്ങ് ടയേർഡായിരിക്കുകയാണ്. എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നുള്ളൊരവസ്ഥയിലാണ് കേട്ടോ. കാരണം ഈ വെയിലത്ത് നമ്മൾ ഇത്രയും യാത്ര ചെയ്തിട്ട് എനിക്ക് ഒന്നാമത്തെ കാര്യം മൈഗ്രെയിൻ ഉണ്ട്. പിന്നെ ഒരുപാട് സൗണ്ട് കേൾക്കാനോ അല്ലെങ്കിൽ ലൈറ്റ് അടിക്കുമ്പോഴോ ഒക്കെ എനിക്ക് വലിയ പ്രശ്നമാണ്. അതുപോലെ തന്നെ സൺലൈറ്റ് അടിച്ചാലും മറ്റേ ലൈറ്റ് അടിച്ചാലും എന്ത് ലൈറ്റാണെങ്കിലും എനിക്ക് പണി കിട്ടും. അങ്ങനെ ഞാൻ ആകെ തളർന്ന് അവശയായിട്ട് ഇരിക്കുവാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഈ സിനിമ കാണാനായിട്ട് കയറിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഈ തിയേറ്ററിലുള്ള AC ഒക്കെ അടിക്കുമ്പോഴും നല്ല തലവേദന എടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങ് ഇരിക്കുവാണ്. എനിക്കൊന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ളൊരവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ എന്തായാലും സിനിമ തുടങ്ങി. സിനിമ നല്ല സിനിമയാണ്, നല്ല ചിരിക്കാനുള്ള സിനിമയാണ് കേട്ടോ. നല്ല കോമഡി സിനിമയാണ്. ബേസിൽ ജോസഫിൻ്റെ സിനിമയാണ്. മരണമാസ്. കണ്ടിട്ടില്ലെങ്കിൽ തിയേറ്ററിൽ പോയി ഫാമിലിയായിട്ടൊക്കെ കാണാൻ പറ്റിയ സിനിമയാണ് കേട്ടോ. നല്ല കോമഡി സിനിമയാണ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അങ്ങനെ പോകുന്ന വഴിയിൽ തന്നെ ഭക്ഷണം വാങ്ങിക്കൊണ്ട് പോയി. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനേ പറ്റുന്നില്ല. എനിക്ക് ഫോണിലൊന്നും നോക്കാനോ ഒന്നും പറ്റുന്നില്ല കേട്ടോ. കണ്ണൊക്കെ ഭയങ്കരമായിട്ട് വേദനിച്ചിട്ട് വല്ലാത്തൊരു ടയേർഡ്നെസ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ഇട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.
താങ്ക്സ് ഫോർ വാച്ചിങ്.